ബെസ്റ്റ് എന്ന് പറയുമ്പോൾ പലർക്കും മോശമായിട്ട് തോന്നും. പക്ഷേ ഈ സിനിമ കാണുമ്പോൾ അറിയാം ബെസ്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന്. ഒരു ഭർത്താവിനും കാമുവിനും ചെയ്യാൻ പറ്റാത്തത് പല കാര്യങ്ങളും നമുക്ക് ബെസ്റ്റിയോട് പറയാം. ഇയാള് ഒരുപാട് പേരുടെ ബെസ്റ്റിയാണ് ഈ അഭിലാഷ് ഏട്ടായം. അല്ലേ? ശരിയല്ലേ? അപ്പൊ ഈ പടം കാണുമ്പോൾ അറിയാം ബെസ്റ്റ് സംഭവം നല്ലൊരു സിനിമയാണ് കാണാൻ സാധിക്കും. കാരണം സിദ്ദീഖ് സാറിന്റെ മകൻ അല്ലേ, നല്ല ഗംഭീര പെർഫോമൻസ് ആണ് ഇത്. അതായത് നമ്മുടെ അഷ്കർക്ക് ആണെങ്കിലും മത്സരിച്ച് അഭിനയിച്ചൊരു മൂവിയാണ്. ഇന്നത്തെ ന്യൂ ജനറേഷൻ സംഭവങ്ങളെല്ലാം പുറത്തിറക്കി നല്ല മനോഹരമായ ഒരു സിനിമ. ഒരുപാട് പേർക്ക് തേപ്പ് കിട്ടിയിട്ടുണ്ട്. തേപ്പിനെ കുറിച്ചുള്ള സബ്ജക്ട് തന്നെയാണ്. നടക്കുന്ന പ്രണയങ്ങൾ നല്ലതാണോ ചീത്തയാണോ കാണിക്കുന്ന ഒരു മൂവി. പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലൊരു മ്യൂസിക്കൽ എന്റർടൈൻമെന്റ് ഫാമിലി ഓറിയന്റഡ് സബ്ജക്റ്റാണ്. അതായത് മുസ്ലിം ഞങ്ങളുടെ ഇടയിൽ നമ്മളെ പോലെ അറിയാത്ത ഒരു സംഭവമാണ് ഈ ഇടക്കെട്ട് എന്ന് പറയുന്നത്. ഈ ഇടക്കെട്ട് വരുത്തി വെക്കുന്ന ചില സംഭവങ്ങൾ ആണ് ഇതിനകത്ത് പറയുന്നത്. എല്ലാം കോമഡിയാണ്. ആദ്യം ഫസ്റ്റ് ഹാഫൊക്കെ നല്ല കോമഡിയാണ്. പക്ഷേ എല്ലാ കോമഡി താരങ്ങളെയും നമുക്കതിന് കാണാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവരും അവരുടെ പെർഫോമൻസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയത്തൊക്കെ പുതിയതായിട്ടുള്ള ആൾക്കാരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരാളും മോശമല്ല. ബാക്ക്ഗ്രൗണ്ട് ആയാലും പാട്ടുകളായാലും മാപ്പിളപ്പാട്ടുകൾ നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെട്ടുള്ള പല പാട്ടുകളും വീണ്ടും കേട്ടപ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നി. ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ടുണ്ട്. നല്ല വർക്കിംഗ് ആയിട്ടുണ്ട്. പരിപാടികളൊക്കെ സെറ്റായിട്ടുണ്ട്. നല്ല കളറിൽ പരിപാടി ചെയ്തിട്ടുണ്ട്. നല്ല മാപ്പിള പാട്ട് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയ പാട്ട് തന്നെയാണ് വർക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. അഗർവാളിന്റെയും സൽമാനുടെയും അഭിനയം കൊടുക്കട്ടെ പറയാം. പിന്നെ ഷാഹിൻ സിദ്ദീഖിന്റെ ഗംഭീര അഭിനയ കോമഡി മാസ് ഫാമിലി എന്റർടൈൻമെന്റ് സിനിമയാണ്. ഗംഭീര വരവേൽപ്പുണ്ട്. നല്ല സൂപ്പർ കോമഡി ഫിലിമാണ് കേട്ടോ. കോമഡി നല്ലൊരു എന്റർടൈൻമെന്റ് മൂവിയാണ്.